ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം എനർജീസ് ആണുള്ളത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കാം. എന്തെല്ലാം ബ്ലെസ്സിങ്സ് ആണ്, എന്തെല്ലാം പോസിറ്റീവ്സ് ആണ്, അതെന്താണെന്ന് നോക്കാം. നെഗറ്റീവ്സ് നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല, അത് നമുക്കുള്ളതല്ലോ. അപ്പോൾ വരുന്ന പോസിറ്റീവ്സ് മാത്രം ക്ലെയിം ചെയ്യുക, ബാക്കിയെല്ലാം വിട്ടുകളെ കേട്ടോ. പോസിറ്റീവായിട്ടിരിക്കുക, ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ റീഡിങ്ങുമായിട്ട് നിങ്ങൾ അലൈൻഡ് ആണെന്ന് പറയും, അങ്ങനെ കമൻറ്റ് ഇടുമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെന്ന് പറയുകയൊക്കെ ചെയ്താൽ പോകെ പോകെ നിങ്ങൾ എൻ്റെ റീഡിങ്ങുമായിട്ട് നിങ്ങൾ റെസനേറ്റ് ആവും കേട്ടോ. റെസനേറ്റ് ആവുന്നില്ല എന്ന് പറഞ്ഞാൽ കൂടുതൽ റെസനേറ്റ് ആവാതാവത്തേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് യൂണിവേഴ്സ് നമുക്ക് തരുന്ന ബ്ലെസ്സിങ്സ് എന്ന് നോക്കാം. നോക്കാം. ഫസ്റ്റ് കാർഡ് 5 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇത് ഒരു നഷ്ടബോധത്തിലിരിക്കുന്ന ഒരു എനർജിയാണ്. അതായത് ചില ആളുകൾ മിസ്സായി പോവുക, ചില വസ്തുക്കൾ മിസ്സായി പോവുക, പണം നഷ്ടപ്പെട്ടു പോവുക, ശാരീരികമായിട്ടുള്ള സുഖം, അതായത് ശാരീരികമായിട്ടുള്ള നല്ല അവസ്ഥ ഇല്ലാതാവുക. അപ്പോൾ നമുക്കതിൽ പിന്നെ നല്ല ആരോഗ്യമുണ്ടെങ്കിൽ എത്ര സുഖമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതാണ്. അതായത് ഇല്ലാതാകുമ്പോഴാണ് എപ്പോഴും ഉള്ളതിൻ്റെ സുഖം നമുക്ക് മനസ്സിലാവുന്നത്. ഇത് ഒരാളെ വല്ലാതെ മിസ് ചെയ്യുന്നതായിരിക്കും. ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഒരാൾ ഇറങ്ങിപ്പോയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ഹോൾഡ് ചെയ്യുന്ന പോലുണ്ട്. അതുപോലെ പണം നഷ്ടപ്പെടുക എന്നുള്ള നഷ്ടം, നിരാശ, അല്ലെങ്കിൽ നിരാശബോധത്തിലിരിക്കാന്നോ നഷ്ടബോധത്തിലിരിക്കാന്നൊക്കെ പറയുന്ന ഒരു എനർജിയാണ്. മാനസികമായിട്ട് വല്ലാത്തൊരു ഫീലാണ്, മിസ്സിങ് ഫീലിംഗ് ഉണ്ടാകുന്നതാണ് ഈ 5 ഓഫ് പെൻറ്റക്കിൾസ്. മോസ്റ്റ്ലി അത് പണം നഷ്ടപ്പെടുക എന്നുള്ളതാവാം, പണമായിട്ട് നഷ്ടപ്പെടുന്നതാവാം, അല്ലെങ്കിൽ ഇൻഡയറക്റ്റായിട്ട് നമ്മൾ ആവശ്യമില്ലാതെ പർച്ചേസിങ് ചെയ്തോ അല്ലെങ്കിൽ ഓൺലൈൻ ട്രാൻസാക്ഷൻ ചെയ്തിട്ട് അത് ഫെയിലിയർ ആയിട്ടോ പണം നഷ്ടപ്പെട്ടു പോകുന്നതാവാൻ സാധ്യതയുണ്ട് കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും ബുദ്ധിമുട്ടുണ്ടാവുക. കാലുവേദനയാണ് മോസ്റ്റ്ലി, കാലിന് വേദന ഉണ്ടാവുക, നടക്കാൻ പറ്റാത്ത വിധം കാലിന് വേദന ഉണ്ടാകുന്നൊരു എനർജി ഉണ്ട്. അത് ചിലപ്പോൾ കഴുത്തിനായിരിക്കാം, കൈക്കായിരിക്കാം, പെയിൻ ഉള്ള പോലെ കാണുന്നുണ്ട്. പിന്നെ മാനസികമായിട്ടും അല്ലാത്തൊരു മിസ്സിങ് ഫീലിംഗ്, ഇല്ല എന്ന ഫീലിംഗാണ്. സുഖമില്ല, വയ്യ, കാശില്ല, ആ എനർജിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, നെഗറ്റീവായിട്ട് നിങ്ങളുടെ മനസ്സിൽ തോട്ട് വന്നാൽ ഉടനെ എന്ത് ചെയ്യണം, ആ തോട്ടിനെ ക്യാൻസൽ ചെയ്യണം, എന്നിട്ട് അതിൻ്റെ പോസിറ്റീവ് അഫർമേഷൻ പറയണം. അപ്പം നമുക്ക് വയ്യ എന്ന് തോന്നിയാൽ നമ്മൾ എന്ത് പറയണം, എൻ്റെ പരിപൂർണ്ണ ആരോഗ്യമുള്ള ശരീരത്തിന് നന്ദി എന്ന പോസിറ്റീവ് അഫർമേഷൻ പറയുവാണ് ചെയ്യേണ്ടത്. എൻ്റെ പൈസ ഇല്ല എന്ന് പറയുന്നതിന് പകരം എൻ്റെ കയ്യിൽ ധാരാളം, എൻ്റെ എല്ലാ ആവശ്യങ്ങളും നിവർത്തിക്കാനുള്ള പണം എൻ്റെ കയ്യിൽ ഉള്ളതിന് നന്ദി എന്ന് പറയുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നെഗറ്റീവ് തോട്ട്സിലിരിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യണം, പോസിറ്റീവ് അഫർമേഷൻസ് പറയുക. നമ്മൾ പറഞ്ഞ് അതെന്താവും, അത് സത്യമാവും. അപ്പോൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ ശീലിക്കണം കേട്ടോ. അതാണ് 5 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രത്യേകിച്ചും നഷ്ടം വരാതെ, പണമായാലും എന്തായാലും നഷ്ടം വരാതെ സൂക്ഷിക്കണം. പ്രത്യേകിച്ചും ഇന്ന് പൈസ, വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ കളഞ്ഞു പോകാതിരിക്കാനും പൈസ ചിലവാക്കുമ്പോൾ വളരെ സൂക്ഷിച്ചും ചെയ്യണം. ചതിക്കപ്പെടാനും വഞ്ചിക്കപ്പെടാനും നഷ്ടപ്പെടാനും ഒക്കെ സാധ്യതയുണ്ട് കേട്ടോ. അതുപോലെ കാലിന് പെയിൻ, നടക്കാൻ പറ്റാത്ത വിധം കാലിന് പെയിനൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇമോഷണൽ കുറച്ച് ഇംബാലൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്താണോ നെഗറ്റീവായിട്ട് വരുന്ന ചിന്ത, ആ ചിന്തയെ ക്യാൻസൽ ചെയ്യുക, എന്നിട്ട് പോസിറ്റീവായിട്ട് അഫർമേഷൻ പറയുക കേട്ടോ. സെക്കൻഡ് കാർഡ് എംബറാണ്. ഈ എംബറർ കാർഡ് 2-3 ദിവസം കൊണ്ട് വരുന്നുണ്ടല്ലോ. ഇതിൽ ആർക്കെങ്കിലും പോലീസിലോ വല്ലതും ജോലി കിട്ടിയോ? എംബറർ വരുന്നുണ്ടല്ലോ. അതായത് ഔദ്യോഗിക പദവി എന്നാണ് കേട്ടോ. ഔദ്യോഗിക പദവിയാണ്. കോടതിയായിരിക്കാം, പോലീസായിരിക്കാം, വക്കീലായിരിക്കാം. യൂണിഫോം ജോബിട്ട ആളുകളാണ്. യൂണിഫോം ജോബിട്ട ആളുകൾ മേ ബി നിങ്ങൾ അവരുമായിട്ട് സമ്പർക്കത്തിൽ വരുന്നതായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ തന്നെ ആ ഒരു അവസ്ഥയിലേക്ക് ഉയർന്നിട്ടുണ്ടാവാം. അതുമല്ലെങ്കിൽ എംബറർ, അധികാരത്തിലുള്ള ആളുടെ മുന്നിൽ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോയി നിൽക്കേണ്ടി വന്നേക്കാം. അപ്പോൾ അങ്ങനെ അവരുമായിട്ട് നിങ്ങളൊരു സമ്പർക്കത്തിൽ വരാൻ സാധ്യതയുണ്ട്. അതായത് ഒരു അധികാരത്തിലിരിക്കുന്ന ഒരാളുടെ മുന്നിൽ നിങ്ങളിന്ന് പോയി നിൽക്കാൻ സാധ്യതയുണ്ടെന്നാണ് കാണുന്നത്. ചിലപ്പോൾ അവരുടെ ഈഗോയൊക്കെ നമ്മൾ കാണേണ്ടി വരിക, അതൊക്കെയാണ് എംബറർ പറയുന്നത്. പിന്നെ ജീവിതത്തിനൊരു ഘടന ഉണ്ടാവുക, അതായത് ജീവിതം ഒരു സ്ട്രക്ചർലെസ് ആയിട്ടാണ് പോകുന്നതെങ്കിൽ ജീവിതത്തിലൊരു ഘടന ഉണ്ടാക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നതാവാൻ സാധ്യതയുണ്ട്. ദെൻ എംബറർ എന്ന് പറയുമ്പോൾ ഇത് ചിലപ്പോൾ നിങ്ങളുടെ ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റിയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര മൂഡ് സ്വിങ്സ് വരിക, അല്ലെങ്കിൽ ചില ആളുകളോട് വളരെ കയർത്ത് സംസാരിക്കുക, അതേസമയം വേറെ ചില ആളുകളോട്
വളരെ സോഫ്റ്റായിട്ട് സാത്വികനെ പോലെ സംസാരിക്കുക. ഡ്യുവൽ പേഴ്സണാലിറ്റി ചിലപ്പോൾ നിങ്ങളിന്ന് പുറത്ത് കാണിക്കുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. മാത്രമല്ല നിങ്ങളിലേക്ക് ഈ 5 ഓഫ് പെൻറ്റക്കിളിൻ്റെ അതായത് നഷ്ടബോധം അല്ലെങ്കിൽ ഇല്ല എന്ന ഫീലിംഗ് ഒക്കെ വരുമ്പോൾ നിങ്ങളതിനെ ഓവർകം ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ അത് ഓവർകം ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നിങ്ങൾക്കൊരു ഈഗോ വർക്ക് ചെയ്യുന്ന പോലെ ഒരു ഹേർട്ട് ആവുന്ന ഒരു ഈഗോ വർക്ക് ചെയ്യുന്ന പോലെ കാണുന്നുണ്ട്. അപ്പോൾ അതൊന്നും സൂക്ഷിക്കുക. മറ്റുള്ളവരുമായിട്ട് കോർക്കാൻ പോകേണ്ട ആവശ്യം ഇന്നേ ദിവസം ഇല്ല. ഓക്കെ. പിന്നെ പ്രൊമോഷനൊക്കെ നോക്കിയിരിക്കുന്ന ആരെങ്കിലും ആണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ പ്രൊമോഷനൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. ഒക്കെയാണ് എംപറർ എനർജി പറയുന്നത്. മോസ്റ്റ്ലി നമ്മൾ നിയമത്തെ അനുസരിക്കുക എന്നൊരു കാര്യമുണ്ട്. അപ്പോൾ നിയമം ആരും കയ്യിലെടുക്കരുത്. അതവിടെ തന്നെ വെച്ചേക്ക്. നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോട്ടെ. നമ്മുടെ കയ്യിൽ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുമ്പോഴും വണ്ടി കൊണ്ട് നടക്കുമ്പോഴും ഒക്കെ സൂക്ഷിക്കുക. അതല്ലാതെ മറ്റെന്തെങ്കിലും ക്രിമിനൽ ഒഫൻസിലൊന്നും ആരും പോയി പെടത്തില്ലെന്ന് എനിക്കറിയാം. അങ്ങനെയുള്ളവരൊന്നും ടാരോ റീഡിങ്ങിൽ വന്നിരിക്കത്തില്ല. എന്നാൽ പോലും നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. മറ്റുള്ളവരുടെ ഈഗോ കാണാൻ വേണ്ടി നമ്മൾ പോയി നിൽക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. 10 ഓഫ് പെൻറ്റക്കിളാണ്. സമയം ശരിയല്ല കേട്ടോ. സമയം ശരിയല്ല. നമ്മളീ പറഞ്ഞ നമ്മുടെ ദശാസന്ധികാലം പോലെയോ അല്ലെങ്കിൽ നമ്മുടെ ശനിദശാകാലം പോലെയൊക്കെയാണ്. ഒന്ന് തീരുമ്പോൾ അടുത്ത പണി വരത്തില്ലേ. തീരുമ്പോൾ പണി തരാൻ ഞാൻ എന്താ കുടത്തിന്ന് വന്ന ഭൂതമാണോ ചോദിക്കുന്ന പോലെയാണ്. ഇഷ്ടംപോലെ പണിയാണ് തലയിലിരിക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മളായിട്ട് പോയി പിടിക്കുന്ന വള്ളികൾ വേറെയും വരുമ്പോൾ ഈ 10 ഓഫ് വാണ്ട് പറയുന്നത് ഒരു ചിത്തക്കാലം അവസാനിക്കുന്നു എന്നാണ്. ചിത്തക്കാലം അവസാനിച്ചിട്ട് നല്ല കാലം ആരംഭിക്കാൻ പോകുന്നു എന്നാണ്. അപ്പോൾ ഈ ചിത്തക്കാലം അവസാനിക്കുമ്പോൾ ഉള്ളൊരു ചീത്തയുണ്ടല്ലോ, ആ ചീത്ത അത്ര നല്ല ചീത്തയല്ല. അപ്പോൾ അതൊന്ന് സൂക്ഷിക്കണം. ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ തലയിലെടുത്ത് വെച്ചിട്ട് നമുക്ക് നടക്കാൻ പറ്റാതെ നമ്മൾ വിഷമിക്കുന്നൊരു എനർജിയാണ്, മുന്നോട്ട് പോകാൻ പറ്റാതെ വിഷമിക്കുന്നൊരു എനർജിയാണ് ഈ 10 ഓഫ് വാണ്ട് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ആവശ്യമില്ലാത്ത കുറേ അധികം ബേർഡൻ, ഇന്നേ ദിവസം അധികമായിട്ട് ജോലി ചെയ്യേണ്ടി വരിക, ഓവർ ബേർഡൻഡ് ആവുക, നമുക്കിതെങ്ങനെയും ഒന്ന് തീർന്നാൽ മതി എന്ന് തോന്നുക. അതാണ് 10 ഓഫ് വാണ്ടിൻ്റെ എനർജി പറയുന്നത്. ഓക്കെ. മാത്രമല്ല മറ്റുള്ളവരുടെ കുറ്റം പറയുക, മറ്റുള്ളവരുടെ കാര്യങ്ങൾ കേൾക്കുക, അതിൽ നിന്ന് കിട്ടുന്ന കാർമികമായിട്ടുള്ള ബേർഡൻസും കൂടെ എടുത്ത് തലവെക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരമുള്ള കാര്യങ്ങൾ വേണ്ട. ഇതൊരു 10 എന്ന നമ്പർ എപ്പോഴും സാച്ചുറേഷൻ്റെ കാലമാണ്, ഒരു ട്രാൻസ്ഫർമേഷൻ്റെ കാലമാണ്, അതുപോലെ ഒരു സാച്ചുറേഷൻ പോയിന്റ് എത്തുന്ന കാലമാണ്. അതുകൊണ്ട് 10 ഒരു സൈക്കിളിൻ്റെ എൻഡാണ്. ഇതൊരു കാർമിക് സിറ്റുവേഷൻ്റെ എൻഡായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ സമയം കുറച്ച് മോശമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, മോശമാണെന്ന് അറിയാമെങ്കിൽ പിന്നെ നമുക്ക് പ്രശ്നമാകാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഒരു ഓവർ ബേർഡൻഡ് ആയിരിക്കും, കുറച്ചധികം ജോലികളൊക്കെ ചെയ്യേണ്ടി വരുമെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജോലികളൊക്കെ ഏറ്റെടുത്ത് ചെയ്യേണ്ടി വരുമെന്നോ ഒക്കെയാണ് 10 ഓഫ് വാണ്ട് പറയുന്നത്. നെക്സ്റ്റ് ഏസ് ഓഫ് സോഡാണ്. എപ്പോഴും ഒരു 10 കഴിഞ്ഞാൽ ഒരു ഏസ് വരും. കാരണം 10 അവസാനമാണ്. അപ്പോൾ അവസാനിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു പുതിയ തുടക്കം വേണമല്ലോ. ഒന്നിൻ്റെ അവസാനമല്ലെന്നല്ലേ പറയുന്നത്, അടുത്ത ഒരു തുടക്കം വേണമല്ലോ. അപ്പോൾ അതിൻ്റെ തുടക്കം എന്താണെന്ന് ചോദിച്ചാൽ ഏസ് ഓഫ് സോഡ്സ് ആണ്. നിങ്ങൾക്കൊരു മെൻ്റൽ ക്ലാരിറ്റി വരും. ഇതൊരു ക്ലാരിറ്റി ഇല്ലാതെ നിങ്ങൾ എന്തൊക്കെയോ തലയിൽ ചുമന്ന് നടന്നിട്ട് പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോകുന്നൊരു കാർഡാണ് 10 ഓഫ് വാണ്ടെങ്കിൽ ഏസ് ഓഫ് സോഡ് പറയുന്നത് നിങ്ങൾക്ക് മെൻ്റൽ ക്ലാരിറ്റി വരുന്നു എന്നാണ്. നിങ്ങൾക്ക് കാര്യങ്ങളെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നു എന്നാണ്. നിങ്ങൾക്ക് സത്യം മനസ്സിലാവുക എന്നാണ്. അതുപോലെ നിങ്ങളൊരു പുതിയ പ്രോജക്റ്റിൻ്റെ ഭാഗമാവുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളൊരു പുതിയ തുടക്കത്തിലേക്ക് പോകുന്നുണ്ടായിരിക്കും. അത് ചിലപ്പോൾ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാനോ പുതിയൊരു ജോലിയിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻ്റലിജൻസ് നിങ്ങളുടെ ബുദ്ധിയെ തെളിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക്, പുതിയൊരു പ്രോജക്റ്റിലേക്കോ പുതിയൊരു പഠന മേഖലയിലേക്കോ ഒക്കെ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു പുതിയ തലത്തിലേക്ക് നിങ്ങൾ ഉയർത്തപ്പെടുന്നു എന്നാണ് ഏസ് ഓഫ് സോഡ്സ് പറയുന്നത്. ഇന്നൊരു പുതിയ തുടക്കം എന്ന് തന്നെയാണ് കേട്ടോ. അതൊരു കോൺഫ്ലിക്റ്റിൻ്റെയും കൂടെ കാർഡാണ്, ന്യൂ കോൺഫ്ലിക്റ്റും കൂടെയാണ്. അപ്പോൾ മറ്റുള്ളവരുമായിട്ട് വഴക്കുണ്ടാവുക, കോൺഫ്ലിക്റ്റ് ഉണ്ടാവുക, അങ്ങനെയൊന്നും ഉണ്ടാവാതെ സൂക്ഷിക്കണം. പിന്നെ ഒരു ന്യൂ ബേബി എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ന്യൂ ബേബി ഉണ്ടാവുക, ന്യൂ ബേബി കോൺസെപ്റ്റൊക്കെ വരുന്നതായിരിക്കാനും സാധ്യതയുണ്ട് കേട്ടോ. അതാണ് ഏസ് ഓഫ് സോഡ്സ് പറയുന്നത്. ദെൻ 7 ഓഫ് സോഡ്സ് ആണ്. 7 ഓഫ് സോഡ്സ് എന്ന് പറയുന്നത് പാസ്റ്റിലത്തെ ഒരു ചതിയാണ്. പാസ്റ്റിൽ നിങ്ങളെ ചതിച്ചിട്ട് പോയ ഒരാളായിരിക്കാം, നിങ്ങളുടെ എക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫിനാൻഷ്യലി ആയിരിക്കാം. ആരാ നോക്കട്ടെ, ആരാണ് 7 ഓഫ് സോഡ് പാസ്റ്റിൽ നിന്ന് വരുന്നത്? ആരാണ് പാസ്റ്റിൽ നിന്ന് തിരിച്ചു വരുന്നത്? ആരാണ് പാസ്റ്റിൽ നിന്ന് തിരിച്ചു വരുന്നത്? നിങ്ങളെ വേണ്ടെന്ന് വെച്ചിട്ട് പോയിട്ടുള്ള ആരോ തിരിച്ചു വരുന്നുണ്ട് കേട്ടോ. നിങ്ങളെ വേണ്ടെന്ന് വിചാരിച്ചിട്ട് പോയിട്ടുള്ള ഒരു ഫെമിനൈൻ എനർജിയാണ്. നിങ്ങൾ പിന്നെ കണ്ടപ്പം തിരിഞ്ഞു പോലും നോക്കാതിരുന്ന ആരോ ഒരു ഫീമെയിൽ എനർജി പോലെ ഉണ്ട്. പക്ഷെ അവർ വേറൊരു തലത്തിൽ ഒരു കുറച്ച് സ്പിരിച്വലൊക്കെ ആയിട്ടുള്ള ഒരാളായി മാറിയിട്ടുണ്ട്. നമ്മൾ കണ്ട അവരുടെ പണ്ടുണ്ടായിരുന്ന ആളെയാണെന്ന് തോന്നാത്ത വിധം മാറിപ്പോയ ഒരു വ്യക്തിയാണ്. അതൊരു ഫീമെയിൽ എനർജി ആയിരിക്കാം. അവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെ പണ്ട് ചതിച്ചിട്ട് പോയിട്ടുള്ള ഒരാളാണ്. അവർ ആ ചതിയോടുകൂടി അവർക്കും ചിലപ്പോൾ
അതിനുശേഷം നിങ്ങൾക്ക് കിട്ടിയ ചതി എന്താണെന്നറിയാൻ അവർക്കും ചിലപ്പോൾ വേറെ ചതി കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ അവരുടെ ലൈഫിലും വളരെ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചായിട്ട് അവർ വളരെ ട്രാൻസ്ഫോംഡ് ആയിട്ടും കുറേ അധികം സ്പിരിച്വലായിട്ടും ഒക്കെ മാറിയിട്ടുള്ളൊരു ലേഡി ആയിട്ട് കാണുന്നുണ്ട്. അങ്ങനെ ഒരാളെ ചിലപ്പോൾ നിങ്ങൾ ഇന്നേ ദിവസം കാണാൻ സാധ്യതയുണ്ട്. ഓക്കെ, അത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിന്ന് വന്നിട്ടുള്ള ഒരാളാണ് കേട്ടോ. ഞാൻ 4 ഓഫ് സോഡാണ്. ഈ 5 ഓഫ് പെൻറ്റക്കിളിൻ്റെ താഴെ തന്നെയാണ് ഈ 4 ഓഫ് സോഡ് വന്നേക്കുന്നത്. ഈ 4 ഓഫ് സോഡ് എന്ന് വെച്ചാൽ നമ്മൾ സർജറി ഒക്കെ ചെയ്തതിന് ശേഷം റെസ്റ്റ് എടുക്കുക, നമുക്ക് എഴുന്നേക്കാൻ പറ്റാത്ത വിധം, നമ്മൾ ശരിക്കും ഇതൊരു റെസ്റ്റിംഗ് എനർജിയാണ്. അതായത് നമ്മൾ റെസ്റ്റ് എടുക്കണമെന്ന് പറയുന്നതോ അല്ലെങ്കിൽ നമ്മൾ റെസ്റ്റ് എടുക്കും എന്ന് പറയുന്നതൊക്കെയാണ്. അതായത് നിങ്ങൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഹെക്റ്റിക് ആയിട്ട് കിടന്ന് ഓടുവാണെങ്കിൽ നിങ്ങൾ ഇന്ന് റെസ്റ്റ് എടുക്കേണ്ട ദിവസമാണ്. അതല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കിന്ന് വീട്ടിൽ ചുമ്മാ ഇരിക്കുമ്പോൾ എനിക്കിന്ന് വയ്യ എന്ന് പറഞ്ഞ് നിങ്ങൾ ചുമ്മാ റെസ്റ്റ് എടുക്കുന്ന ദിവസമായിരിക്കും. എന്തായാലും നിങ്ങളിന്ന് റെസ്റ്റ് എടുക്കണം, ബിക്കോസ് നിങ്ങളാകെ ടയേർഡാണ്. അതുപോലെ നിങ്ങൾക്ക് ശാരീരികമായിട്ടും അത്ര സുഖമുള്ള പോലെ കാണുന്നില്ല. ചിലപ്പം സർജറി കഴിഞ്ഞിട്ട് വിശ്രമിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ബാക്ക് പെയിനോ പുറം വേദന ഒക്കെ ഉള്ള അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ട് ഒരുപക്ഷെ റെസ്റ്റ് എടുക്കുന്ന എനർജി ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഈ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡികൾ ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരെങ്കിലും വീട്ടിലുള്ളവരെ അവരെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഫോറോസൂട്ട് ഒന്നല്ലേ അത്ര നല്ല സുഖമുള്ളൊരു കാർഡല്ല അത്. കൊണ്ടുണ്ട് ശരാ ഈ 10 ഓഫ് സോഡും ഇത് പറഞ്ഞ പോലെയാണ്. 10 ഓഫ് വാണ്ടും 10 ഓഫ് സോഡും സാച്ചുറേഷനാണ്, ട്രാൻസ്ഫോർമേഷനാണ്, ഒരു കാർമിക് സൈക്കിളിൻ്റെ എൻഡാണ്. ഈ 10 ഓഫ് വാണ്ടിനകത്ത് നമ്മൾ തലയിലെടുക്കാൻ പറ്റാത്തത് കൊണ്ട്, ഈ ഭാരം തലയിലെടുക്കാൻ പറ്റാത്തത് കൊണ്ട്, ഒരുപാട് ഭാരമാകുമ്പോൾ ചിലത് നമ്മൾ താഴെ ഇട്ടേച്ച് പോകുന്ന എനർജിയാണ് 10 ഓഫ് വാണ്ട്. അവിടെ നമുക്ക് പ്രത്യേകിച്ച് പെയിൻഫുൾ എൻഡിങ് അല്ല, ഇവിടെ നമുക്ക് പറ്റാത്തത് കൊണ്ട് നമ്മൾ ഇട്ടിട്ട് പോകുന്നതാണ്. പക്ഷേ ഇതങ്ങനെയല്ല, നമ്മളെ പിന്നിൽ നിന്ന് കുത്തി നമ്മളെ വേദനിപ്പിച്ച് പെയിൻഫുള്ളായിട്ട് നമ്മളെ എൻഡാക്കുന്നതാണ്. നമ്മൾ ഡീപ്ലി വൂണ്ടഡ് ആവുന്നതാണ്, വല്ലാത്ത ആഴത്തിലുള്ള മുറിവുകൾ പറ്റുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു എനർജി 10 ഓഫ് വാണ്ട് കാണുന്നുണ്ട്, 10 ഓഫ് സോഡ് കാണുന്നുണ്ട്. അപ്പോൾ ജോലി നഷ്ടപ്പെടുക, അല്ലെങ്കിൽ പ്രണയ നൈരാശ്യം വരിക, കബളിപ്പിക്കപ്പെടുക, വിശ്വാസവഞ്ചന സംഭവിക്കുക, പിന്നീന്ന് കുത്തുക, കൂടെ നിന്നിട്ട് ചതിക്കുക, അങ്ങനെയൊക്കെയുള്ളൊരു എനർജിയാണ് ഈ 10 ഓഫ് സോഡ് എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ ആക്സിഡൻറ്റ് പോലുള്ള കാര്യങ്ങൾ സംഭവിക്കുക, അങ്ങനെയൊക്കെയുള്ളൊരു എനർജിയാണ്. അപ്പോൾ നമ്മളിതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കുക. ഇതൊക്കെ നമുക്ക് സംഭവിക്കുമെന്നല്ല, നമ്മൾ സൂക്ഷിക്കുക, നമ്മളുടെ ഭാഗത്തുനിന്ന് നമ്മൾ സൂക്ഷിക്കുക. അപ്പോൾ ഇതൊക്കെ മറ്റുള്ളവർക്ക് ആയിക്കോളും, നമ്മുടെ ഒന്നും അല്ല. അപ്പോൾ നമ്മളിതൊന്നും അട്രാക്റ്റ് ചെയ്യേണ്ട, ഇതൊന്നും നമ്മുടെ അല്ല, മറ്റുള്ളവർക്കാണ്. അപ്പോൾ നമ്മൾ നിരം സൂക്ഷിച്ച് പോവുക കേട്ടോ. അപ്പോൾ 10 ഓഫ് സോഡ് ഒരു പെയിൻഫുൾ ആയിട്ടുള്ളൊരു എൻഡിങ്, വീണ്ടും പറയുന്നു, ഒരു എൻഡാണ്. 10 എന്ന് പറയുന്നത് സൈക്കിളിൻ്റെ എൻഡാണ്. പ്രത്യേകിച്ച് ഒരു പെയിൻഫുൾ ആയിട്ടുള്ളൊരു എൻഡിങ്ങിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ഇത് നിങ്ങൾ ഓവർകം ചെയ്തതായിരിക്കും, മുന്നേ കഴിഞ്ഞ് പോയ കാര്യമായിരിക്കും, നിങ്ങളിപ്പോൾ അതിൽ നിന്ന് റിക്കവേർഡായി വരുമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ച് നിങ്ങൾക്ക് പുതിയ തുടക്കമാണ്. അവിടെ ബോട്ടം വന്നിരിക്കുന്നത് ചാരിയറ്റ് എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ പുതിയ പുതിയ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് പുതിയ വാർത്തകൾ കേൾക്കാൻ പോകുന്നു. വീണുപോയ ആളുകളാണ് നിങ്ങളെങ്കിൽ, മുൻപ് വീണുപോയ ആളുകളാണ് നിങ്ങളെങ്കിൽ, നിങ്ങളെ സംബന്ധിച്ച് പുതിയ പുതിയ വാർത്തകൾ വരാൻ പോകുന്നു എന്നാണ്. മേ ബി പുതിയ ജോലി കിട്ടുന്നു എന്നാവാം, അല്ലെങ്കിൽ പുതിയ ഒരാൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരിക്കലും കിട്ടില്ല എന്ന് വിചാരിച്ച എന്തെങ്കിലും കാര്യങ്ങൾ, ജോബ് ഓഫർ ആയിരിക്കാം, ചിട്ടി ആയിരിക്കാം, ലോട്ടറി ആയിരിക്കാം, എന്തോ ഒരു സൗഭാഗ്യം നിങ്ങളിലേക്ക് ഇന്നേ ദിവസം വരുന്നതായിട്ടാണ് കാണുന്നത്. അത് യൂണിവേഴ്സായിട്ടുണ്ട്, യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടുള്ള ഇതാണ് ഈ പറഞ്ഞ ചാരിയറ്റ് എന്ന് പറഞ്ഞ കാർഡ്. ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാർഡുകളിലൊന്നാണ് ചാരിയറ്റ്. അപ്പോൾ അത്രയും യൂണിവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ വീണ് പോയവരാണെന്നും നിങ്ങൾ എഴുന്നേൽക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് യൂണിവേഴ്സിനാണ്. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് കിട്ടുന്ന ദിവസമാണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അത്തരത്തിലുള്ളൊരു എനർജി കാണുന്നുണ്ട്. നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ വന്ന് ചേരുന്നു എന്നാണ്. നിങ്ങൾ ആഗ്രഹിച്ചിട്ട് കിട്ടാതിരുന്ന് നിങ്ങൾ വേണ്ടാന്ന്, അല്ലെങ്കിൽ ഒരിക്കലും നടക്കൂലെന്ന് വിചാരിച്ച് വിട്ട് കളഞ്ഞ കാര്യങ്ങൾ ചിലപ്പോൾ ഇന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നാണ് ഈ ചാരിയറ്റ് എനർജിയും 10 ഓഫ് സൂഡും 10 ഓഫ് വാണ്ടും ഒക്കെ പറയുന്നത് കേട്ടോ. ഇപ്പോൾ ജോബ് ഇല്ലാതെയൊക്കെ ഇരിക്കുന്നവരില്ലേ, ജോലി ഇല്ലാതിരിക്കുന്നവർ, ഗവൺമെൻറ് ജോബിന് വേണ്ടിയിട്ട് പരീക്ഷയ്ക്ക് എഴുതി കാത്തിരിക്കുന്നവരില്ലേ, അവരെല്ലാവർക്കൊക്കെ ജോലി കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. ദെൻ കോംപ്രമൈസ്, വഴക്കുണ്ടായി പോയിട്ടുള്ളവർ, തല്ല് പിടിച്ച് പോയിട്ടുള്ളവരൊക്കെ കോംപ്രമൈസ് ചെയ്യാൻ പോവാണ്. കോംപ്രമൈസിൻ്റെ കാർഡാണ് ടെമ്പറൻസ്. ഒരു ബാലൻസിലേക്ക് വരുന്നു എന്നാണ്. നിങ്ങളൊരു ബാലൻസ് ഇല്ലായ്മ, ഒരു എന്താണ് പറയുന്നത്, ഒരു ചില കാര്യങ്ങളോടൊരു ഡിറ്റാച്ച്മെൻറ്റ്, അല്ലെങ്കിൽ ഒരു വല്ലാത്തൊരു ഇറിറ്റേഷൻ, വല്ലാത്തൊരു ഡിറ്റാച്ച്മെൻറ്റ്, അതായത് ചെയ്തുകൊണ്ടിരുന്ന കാര്യത്തിൽ വിരക്തി തോന്നുക, അങ്ങനെയൊക്കെ നിങ്ങൾ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ തിരിച്ച് നിങ്ങൾ ആ ബാലൻസിലേക്ക് വരുന്നു എന്നുള്ളതാണ് ടെമ്പറൻസിൻ്റെ കാർഡ് പറയുന്നത് കേട്ടോ. ബാലൻസും കോംപ്രമൈസും ഒക്കെയാണ്. ദെൻ 7 ഓഫ് വാണ്ട്സ് ആണ്.
ഇത് നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഇതെല്ലാം ചെയ്യണം എന്ന് തോന്നുന്ന വിധം നിങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് ഒരുപാട് കാര്യങ്ങളോട് പൊരുതുന്ന കാർഡാണ് 7 ഓഫ് വാണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ശരിക്കും ഒറ്റപ്പെട്ടിട്ടാണുള്ളത്. ചിലപ്പോൾ പലരും കൂടി ചെയ്യേണ്ടുന്ന ജോലിയായിരിക്കാം, പലരും കൂടി ചെയ്യേണ്ടുന്ന ഒരു കാര്യമായിരിക്കാം ഇന്ന് നിങ്ങൾ ഒറ്റയ്ക്ക് ചിലപ്പോൾ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ഓവർ ബേർഡൻ ആണ്. നിങ്ങൾ ഞാൻ ഒറ്റപ്പെട്ടു പോയി അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് ഇതൊക്കെ ഒറ്റയ്ക്ക് ചെയ്യുന്നതെന്നൊക്കെ ചിന്തിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ കാര്യങ്ങൾ ചെയ്യുക. നെഗറ്റീവായിട്ട് ചിന്തിക്കാതിരിക്കുക, ഓവർ തിങ്ക് ചെയ്ത് കോംപ്ലിക്കേറ്റഡ് ആവാതിരിക്കുക, പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക, മുന്നോട്ട് പോകുക എന്നുള്ളതാണ് 7 ഓഫ് വാണ്ടിന് നമുക്ക് പറയാനുള്ളൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഓവർ തിങ്ക് ചെയ്യുന്നത് കൊണ്ടാണ് കുറേ അധികം പ്രശ്നങ്ങളുടെ വലിപ്പം കൂടുന്നത്. ചിലപ്പോൾ നമ്മൾ ലൈറ്റ് ഹാർട്ടഡ്ലി അതെടുക്കുകയാണെങ്കിൽ അത്രയും വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മളിതെടുത്ത് തലയിൽ വെക്കുമ്പോഴാണ് ഞാനേ ഉള്ളൂ, ഞാൻ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഞാനിത് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുമ്പോഴാണ് അത് ഭയങ്കര ഹെക്റ്റിക് ആവുന്നത്. അല്ലെങ്കിൽ ഇതൊരു വലിയ പ്രശ്നമല്ലാതെ നമ്മളിലൂടെ കടന്നു പോയിക്കോളും. അപ്പോൾ ഒറ്റപ്പെട്ട് നിൽക്കുക, ഒരുപാട് പേരോട് എതിരിടുക, എല്ലാവരും ചുറ്റും നിന്ന് നമ്മളെ കുറ്റം പറയുക, നമ്മളെ ബ്ലെയിം ചെയ്യുക, നമുക്കെതിരെ പ്രവർത്തിക്കുക, നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു എനർജിയാണ് ഈ 7 ഓഫ് വാണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വന്നാൽ നമ്മളതിൽ വേദനിക്കുക വിഷമിക്കുകയൊന്നും ചെയ്തൊരു കാര്യമില്ല. നമ്മളതിനെ കണ്ടില്ല എന്നറിയിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. ദെൻ 6 ഓഫ് കപ്പാണ്. അതൊരു റീയൂണിയൻ്റെ കാർഡാണ്. നിങ്ങൾ മുൻപ് ബന്ധത്തിലുണ്ടായിരുന്ന ആളുകളായിരിക്കും പാസ്റ്റിൽ. ഈ ജന്മമാണെങ്കിൽ നിങ്ങൾക്ക് മുൻപ് കുഞ്ഞിലേ മുതൽ അറിയാവുന്ന ആളുകളായിരിക്കാം, നിങ്ങളുടെ കൂടെ ജോലി ചെയ്തവരായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള മുൻപ് റിലേഷൻഷിപ്പിലുണ്ടായിരുന്ന ആളുകളായിരിക്കും തിരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ പാസ്റ്റ് ലൈഫിൽ നിന്നൊരാളാണ്, നിങ്ങളുടെ മുൻ ജന്മങ്ങളിൽ നിന്നും നിങ്ങളിലേക്ക് ഒരാൾ തിരിച്ച് നിങ്ങളുടെ ലൈഫിൽ വന്ന് നിങ്ങൾക്കൊരു റീയൂണിയൻ ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു എനർജിയാണ് 6 ഓഫ് കപ്പ്. അതുപോലെ നൊസ്റ്റാൾജിക് ഫീലിങ്ങിലിരിക്കുക എന്നാണ്. നിങ്ങളുടെ പഴയ കൂട്ടുകാരെ കാണുക, അല്ലെങ്കിൽ പഴയ സ്ഥലങ്ങളിലേക്ക് പോവുക, അല്ലെങ്കിൽ അവരെക്കുറിച്ചും അക്കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആരോടെങ്കിലുമൊക്കെ സംസാരിക്കുക, ചില ആളുകളെ മിസ് ചെയ്യുക, അവരെക്കുറിച്ച് അല്ലെങ്കിൽ അവരുമായിട്ട് ഒരുമിച്ചുള്ള സമയം ഓർക്കുക, അവരുടെ ഫോട്ടോസ് നോക്കുക, അങ്ങനെയൊക്കെ പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നില്ലേ, അതൊക്കെയാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു റീയൂണിയൻ സംഭവിച്ചോന്ന് നിങ്ങൾ രാത്രി സ്വപ്നം കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലൊക്കെ ഉള്ളൊരു എനർജിയാണ് 6 ഓഫ് കപ്പ് എന്ന് പറയുന്നത്. റീയൂണിയൻ്റെ കാർഡാണ്. അതുപോലെ വീടുമായി ബന്ധപ്പെട്ടിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായമൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ സിബ്ലിങ്സ്, ബ്രദർ ഓർ സിസ്റ്ററിൽ നിന്ന് നിങ്ങൾക്കൊരു ഹെൽപ്പ് കിട്ടാൻ സാധ്യതയുണ്ട്. അല്ലാതെ നിങ്ങൾക്ക് സർപ്രൈസോ ഗിഫ്റ്റോ ഒക്കെ കിട്ടാനും സാധ്യതയുണ്ട്. അതാണ് ഈ പറഞ്ഞ 6 ഓഫ് കപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് മൊത്തത്തിലൊരു റീഡിങ്. ചാരിയറ്റ് ഞാൻ പറഞ്ഞു, ബോട്ടം എനർജി ചാരിയറ്റാണ്. അപ്പോൾ ഓക്കെ, ബോട്ടം എനർജി ചാരിയറ്റാണ്. അപ്പോൾ നിങ്ങൾ നടക്കില്ല എന്ന് വിചാരിച്ച, അല്ലെങ്കിൽ സ്റ്റക്കായിപ്പോയി ഇനി ഒരിക്കലും മുന്നോട്ട് പോകില്ല എന്ന് വിചാരിച്ച ചില കാര്യങ്ങൾ, ബന്ധമായിരിക്കാം, അല്ലെങ്കിൽ കടം വിടാൻ പറ്റില്ല എന്ന് വിചാരിച്ചതായിരിക്കും. അതൊക്കെ ചിലപ്പോൾ മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി നിങ്ങൾക്കത് ഒഴിവാക്കാൻ പറ്റും. ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടില്ല എന്ന് വിചാരിച്ച ഒരു ജോലി ചിലപ്പോൾ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് ആയിരിക്കും. നിങ്ങളൊരു കുഞ്ഞിന് വേണ്ടിയൊക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വാർത്ത കിട്ടാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ കാണാൻ വേണ്ടി ആരെങ്കിലും യാത്ര ചെയ്ത് വരുന്നുണ്ടായിരിക്കും, നിങ്ങൾ ആരെങ്കിലും കാണാൻ വേണ്ടി യാത്ര ചെയ്ത് പോകുന്നുണ്ടായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ യാത്ര ചെയ്യുന്നുണ്ടായിരിക്കും. അത്തരത്തിലൊക്കെ ഉള്ള ഒരു എനർജിയാണ് ഈ ചാരിയറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യം, അത് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് കൊണ്ട് മാത്രം നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും തിരിച്ചു വരുന്ന ഒരു എനർജിയാണ് ഈ ചാരിയറ്റ് എന്ന് പറയുന്നത്. യാത്രയുടെ കാർഡാണ്. മോസ്റ്റ്ലി യാത്ര ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇഷ്ടമുള്ള ആളുകളോടൊപ്പം യാത്ര എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.